വലിയ ക്ലാസ് എടുക്കാൻ മാത്രമുള്ള നല്ലൊരു കൃഷ്ണനെ സംബന്ധിച്ച് നമ്മളെല്ലാവരും സപ്പോർട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ആ കുട്ടിക്ക് അവന്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള കഴിവുകളെ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രധാനമായും ഒരു 9 മേഖലകളിലൂടെയാണ് കടന്നു പോകുന്നത്. അതിലൊന്നാമതായിട്ട് പറയുന്നത് കുട്ടിയെ അറിയുക എന്നതാണ്. എന്താണ് കുട്ടിയെ അറിയുക എന്നോട് ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറയാം. നമ്മൾ ജസ്റ്റ് ഒരു ക്ലാസ്സായിട്ട് പോയാൽ ബോറായിരിക്കും. നിങ്ങളുടെ ഐഡിയാസിനോട് ഷെയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കുട്ടിയുടെയും വികാസ ഘട്ടങ്ങൾ, വ്യക്തിഗത വികാസങ്ങൾ, അവകാശങ്ങൾ എന്നിവ മനസ്സിലാക്കി കുട്ടികളുമായി ഇടപെടുവാൻ രക്ഷിതാക്കളെ സഹായിക്കുക എന്നതാണ്. അതായത് അതിനകത്ത് വരുന്ന പ്രധാന കാര്യമാണ് ശാരീരിക വികസനം. ആ സൗജന്യം എന്നത് നമ്മുടെ സൊസൈറ്റി, PTA എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. ഇപ്പൊ പണ്ട് ഞാനൊരു പഠിച്ച കാലഘട്ടത്തിലേക്കൊണ്ടല്ല ഇപ്പോൾ PTA വളരെ ശക്തമാണ്. രക്ഷകർത്താക്കൾ എപ്പോൾ വേണമെങ്കിലും അധ്യാപകരുമായിട്ട് എന്ത് സംശയങ്ങൾ ചോദിക്കാം. ഗ്രൂപ്പുകളുണ്ട്, അധ്യാപകരുടെ ഇടപെടുവാനായിട്ട് ഒരുപാട് അവസരങ്ങളുണ്ട്. പണ്ടൊക്കെ പറയുമ്പോൾ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസമാണ് കുട്ടികൾക്ക് നൽകുന്നത്. ആ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്ന വളർച്ച അവിടെ ഉണ്ടാകും. ഇങ്ങനെയാണ് മാനസികമായിട്ടുള്ള വളർച്ച ഉണ്ടാകുന്നത്. പ്രധാനമായും കുട്ടി എവിടെയൊക്കെയാണ് ലിങ്ക് ചെയ്യുന്നത് അല്ലെ, കൂടുതലും കുറിച്ച് മാത്രമാണ് നമ്മൾ ബോധവൽക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സമൂഹത്തിൽ ഇറങ്ങി ചെല്ലുമ്പോൾ ഇതുപോലെ ഒരുപാട് ശാരീരികമായിട്ടും മാനസികമായിട്ടും പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുട്ടികൾക്ക് പുറത്ത് പറയാൻ സാധിക്കുന്നില്ല. പുറത്ത് പറഞ്ഞാൽ തന്നെ രക്ഷകർത്താക്കൾക്ക് ഈ നിയമങ്ങളെ കുറിച്ച് ബോധ്യമില്ലാത്തത് കൊണ്ട് അത് ഒതുക്കുകയും അപ്പം അത് ഒരുപാട് ഇങ്ങനെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ കൂടുന്നതിനുള്ള സാധ്യതയുണ്ടാകും. അപ്പൊ രക്ഷകർത്താക്കൾ ആദ്യമായിട്ട് ഈ നിയമത്തെ കുറിച്ച് പ്രാഥമികമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. വിദ്യാഭ്യാസ അവകാശ നിയമം, പോക്സോ ആക്ട്, സൈബർ സുരക്ഷാ നിയമങ്ങൾ, പിന്നെ ബാലവേല വിരുദ്ധ നിയമങ്ങൾ. ബാലവേലയൊക്കെ നിരോധിക്കപ്പെട്ടതാണ്. ആ നിയമങ്ങളെ കുറിച്ചും പേരൻസിന് അവബോധമാണ്.